ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിൽ ജീവൻ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവർ, വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവർ, SSLC +2 എല്ലാ വിഷയത്തിനും A+ നേടിയവർ എന്നിവരെ ആദരിച്ചു. ഇപ്പോൾ SSLC ഉള്ള കുട്ടികളുണ്ട്, +2 A+ നേടിയ കുട്ടികളുണ്ട്, അവരെല്ലാം ജീവിതത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരുണ്ട്. എല്ലാവർക്കും നമുക്ക് ഇനിയിപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു താൽപ്പാതി ദൈവപാതി എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറണം. പകുതി നമ്മുടെ ദൈവത്തെ സമർപ്പിക്കാം, ബാക്കി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. എങ്കിലാണ് നമുക്ക് വിജയത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പഞ്ചായത്ത് ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ വിജയം മാത്രം പോരാ, ജീവിത വിജയം നേടുക എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളെയും തട്ടിയകറ്റി, എല്ലാ പ്രതിസന്ധികളെയും തട്ടിയകറ്റി ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് നമുക്ക് ഗുണകരമായി മാറുന്നത്. നമുക്ക് നല്ല അറിവൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സ്വഭാവം മോശമായ അറിവുകൊണ്ടുള്ള കാര്യമുണ്ട്. നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ നമ്മുടെ പെരുമാറ്റം മോശമായ വിദ്യാഭ്യാസം കൊണ്ടുള്ള കാര്യമുണ്ട്. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, നമുക്ക് നല്ല അറിവ് ലഭിക്കുമ്പോൾ ഈ അറിവ് ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുത്തി ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായി ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി മാറി ഏറ്റവും നന്നായി ജീവിക്കുന്നവരായി മാറുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചറുടെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KO ജോണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CJ ബാബു, അമൃത സജിൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി പീറ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹാന ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽ, വാർഡ് മെമ്പർമാരായ TP ഷിബു, ജെസി ദേവസിക്കുട്ടി, EH സുൽഫിക്കർ, അമ്പിളി ജോഷി, ഷാജു പാപ്പച്ചൻ, ജിയ ജോബി, നിബിത സോണി, MK രാജേഷ്, ഫൗസിയ സുലൈമാൻ, മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും അവരെ പഠിക്കുമ്പോൾ അതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ ഓരോ തുറകളിലേക്ക് എത്തിക്കുന്ന ഈ രീതി മാതാപിതാക്കൾ കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങളെ അവിടെ എത്തിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മക്കള് പഠിച്ച് വളർന്ന് വലുതായി വരാനായിട്ട്. അപ്പോഴാണ് ഒരു നാടിനും അതുപോലെ വീടിനും മറ്റുള്ളവർക്കും അഭിമാനമാകത്തക്ക രീതിയിൽ നമ്മൾ ഇതാവുകയുള്ളൂ. ചടങ്ങിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൗരൻ ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.